Hello everyone, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്സ് നമ്പർ 1 പവർ സപ്ലൈസ് ആൻഡ് നമ്പർ 2 ഡ്രൈവിംഗ് ലോഡ്. ഈ രണ്ട് ടോപ്പിക്സും മൊഡ്യൂൾ 1 ഇൻക്ലൂഡഡ് ആണ്. ഒരു ചെറിയ ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഇതിൽ നമ്മൾ ഇലക്ട്രോണിക്സ് കോൺസെപ്റ്റോ ഇലക്ട്രിക്കൽ കോൺസെപ്റ്റ്സോ ഡെപ്തിലൊന്നും നോക്കുന്നില്ല. ഇത് ജസ്റ്റ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് പവർ സപ്ലൈ എന്താണ്, ഡ്രൈവിംഗ് ലോഡ് എന്താണെന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. സോ ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇലക്ട്രിക്കൽ കോർ കോൺസെപ്റ്റ്സ് ഒന്നുമല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് പവർ സപ്ലൈസ്. സോ പവർ സപ്ലൈയിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് കാണുന്നത്, all digital circuits require two things. ഏതൊക്കെയാണ്? പവർ സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഗ്രൗണ്ട്. ഓക്കെ, സോ സപ്പോസ് ഡിജിറ്റൽ സർക്യൂട്ട് ഇങ്ങനെ നമ്മൾ കാണിക്കുവാണ്. എന്തുണ്ട്? ഒരു പവർ സപ്ലൈ വോൾട്ടേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ സോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓൾറൈറ്റ്, സോ ദ പവർ സപ്ലൈ വോൾട്ടേജ് ഇസ് കോമൺലി ഗിവൻ ദി അബ്രിവേഷൻ VCC വെച്ച് നമ്മൾ അതിനെ കാണിക്കുന്നത്. അതുപോലെ ഗ്രൗണ്ട് നമ്മൾ കാണിക്കുന്നത് 0 വോൾട്ട് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അബ്രിവേഷൻ ഫോമിൽ GND-യിലാണ് നമ്മൾ GND യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ആവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ആകുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി എന്താണ്? കറണ്ട് ജനറേറ്റ് ആവും അല്ലേ? അപ്പോൾ അത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എലിമെന്ററി ഫിസിക്സ് നമ്മൾ പഠിച്ചതുപോലെ അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തുണ്ടാവും? രണ്ട് കാര്യങ്ങൾ, പവർ സപ്ലൈ അതുപോലെ ഗ്രൗണ്ട് ഉണ്ടാവും. ഓക്കെ, നൗ ഇനി ഡിജിറ്റൽ സർക്യൂട്ടിലെ കറന്റിന്റെ കുറച്ച് കോമ്പണൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പവർ സപ്ലൈ കറന്റ് കോമ്പണൻസ്. നമ്പർ 1, ക്യൂസെന്റ് കറന്റ്. ക്യൂസെന്റ് കറന്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ഇന്റേണൽ ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കറന്റ് ആണ്. യു ക്യാൻ സി the baseline current required for internal operation. For a digital circuit ന് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കറണ്ട് ആണ് ക്യൂസെന്റ് കറന്റ്. Okay, now always present when the device is powered. ഈ ഡിവൈസ് പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? ഈ കറണ്ട് ഇന്റേണലി എല്ലാ സമയത്തും ഉണ്ടാവും. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് ഡിഫോൾട്ട് കറണ്ട് വിച്ച് ഇസ് ഓൾവേസ് ദർ ഇൻ ദി ഡിജിറ്റൽ സർക്യൂട്ട്സ് ടു റൺ ഇറ്റ്സ് ഇന്റേണൽ ഓപ്പറേഷൻ. ക്ലിയർ ആയി? നൗ സെക്കൻഡ് ഈസ് ഔട്ട്പുട്ട് കറണ്ട്. ഇനി ഒബ്വിയസ്ലി നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് വേറെ ഏതെങ്കിലും സർക്യൂട്ട്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലെ? കണക്റ്റഡ് ആകുമ്പോൾ വെച്ചാൽ അതിനെ ഡ്രൈവ് ചെയ്യുമായിരിക്കും. സോ ദിസ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് എ ഡ്രൈവർ. ഓക്കെ, ഡ്രൈവർ. ഓൾറൈറ്റ്, ആൻഡ് എന്താണ്? യു ക്യാൻ സി ലോഡ്. അതിൽ എന്തെങ്കിലും നമ്മൾ ലോഡ് കൊടുക്കും. ഓൾറൈറ്റ്, അതിനെ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഡിജിറ്റൽ സർക്യൂട്ട് അതിനകത്ത് കൊടുക്കും. അപ്പോൾ അതിനു വേണ്ടി യു ക്യാൻ സി ഇവിടെ ഒരു ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്, ഔട്ട്പുട്ട് പോർട്ട്. ഓക്കെ, ഈ ഔട്ട്പുട്ട് പോർട്ടിലൂടെയാണ് നമ്മുടെ കറണ്ട് ജനറേഷനൊക്കെ ഉണ്ടാവുന്നതും അത് ലോഡിലോട്ട് പോകുന്നതും. സോ അതിന് നമ്മൾ എന്ത് പറയും? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ IO എന്ന് പറയും. സോ ദി കറണ്ട് സോഴ്സ്ഡ്/സങ്ക് ബൈ ദി ഔട്ട്പുട്ട് പിൻ. ഇത് നമുക്ക് നോക്കാം. ഇതെന്താണ്? സോഴ്സും സങ്ക്ഡും എന്താണെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് നമുക്ക്, ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നൗ കമ്മിങ് ടു IO ഡിപ്പെൻഡ്സ് ഓൺ ദി ലോഡ് കണക്റ്റഡ്. ഏത് ടൈപ്പ് ഓഫ് ലോഡ് ആണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എൻ്റെ സർക്യൂട്ട്? ഇതാണ് എൻ്റെ ഡ്രൈവർ, മെയിൻ ഇതാണ് ഡ്രൈവ് ചെയ്യുന്ന ആള്, ട്രാൻസ്മിറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ലോഡാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് മേലെ, സോ കറണ്ട് ഇതിന്റെ മേലെ ഡിപ്പെൻഡ് ആയിരിക്കും. കൂടുതൽ ഹെവി ലോഡ് ആണെങ്കിൽ ഓബ്വിയസ്ലി കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതുപോലെ ആയിരിക്കും, കൂടുതൽ പവർ വേണ്ടി വരുമായിരിക്കും. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ക്വൈറ്റ് ട്രിവിയൽ. ഇനി കറണ്ട് പാത്ത് എങ്ങനെയാണ്? സപ്പോസ് നമ്മൾ ഹൈ ലോജിക്കിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈ ലോജിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി 1. നമ്മൾ അത് നിങ്ങൾ മറന്നു പോകരുത്. ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 0s and 1s നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ഹൈ ലോജിക് എങ്ങനെയായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോവുക? വി നീഡ് ടു സീ ദ പാത്ത്. അതിന് നമ്മൾ സോഴ്സിങ് കറണ്ട് എന്ന് പറയും, സോഴ്സിങ് കറണ്ട്. ഓക്കെ, അതെങ്ങനെയായിരിക്കും അതിന്റെ പാത്ത് പോവുക? VCCയിൽ നിന്നും ഔട്ട്പുട്ട് പിന്നിൽ നിന്നും ലോഡിലോട്ട്. യു ക്യാൻ വിഷ്വലൈസ് ലൈക്ക് ദിസ്. VCCയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്പുട്ട് പിന്നിലൂടെ പോയി ലോഡിലോട്ട് പോകുന്നു. അത് നമ്മൾ എന്താണ്? ഹൈ ലോജിക് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഷോ ചെയ്യുന്നത്. ലോ ലോജിക് ആണെങ്കിലോ നമ്മുടെ കറണ്ടിന് നമ്മൾ എന്ത് പറയും? സിങ്കിങ് കറണ്ട് എന്ന് പറയും. ലോ ലോജിക്, LOW. ഓക്കെ, ലോ ലോജിക് അത് 0 ആയിരിക്കും. അത് നമ്മൾ എങ്ങനെയായിരിക്കും ഷോ ചെയ്യാൻ പോകുന്നത്? കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യാൻ പോകുന്നത്? തിരിച്ചായിരിക്കും. ലോഡിൽ നിന്നും ഔട്ട്പുട്ടിലൂടെ ഗ്രൗണ്ടിലോട്ട് പോകും, ലൈക്ക് ദിസ്. ഓക്കെ, ഞാനതിന് ലൈക്ക് ദിസ്. ഓൾറൈറ്റ്, സോ ടോപ്പിൽ കാണുന്ന എന്താണ്? അത് സിങ്കിങ് കറണ്ട് ആണ്. അത് ഹൈ ലോജിക്കിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്താണ്. VCCയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്പുട്ട് പോർട്ടിലൂടെ പോയി ലോഡിലോട്ട് പോകുന്നത്. ലോ ലോജിക് ആണെങ്കിൽ എന്താണ്? തിരിച്ചായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ലോഡിൽ നിന്നും ഔട്ട്പുട്ട് പോർട്ടിലൂടെ ഗ്രൗണ്ടിലോട്ട് സിങ്ക് ആവും. അതിന് നമ്മൾ സിങ്കിങ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച്
ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓൾ ഔട്ട്പുട്ട് കറണ്ട്സ് ആഡ് ടു ടോട്ടൽ സപ്ലൈ കറണ്ട്. ടോട്ടൽ സപ്ലൈ കറണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ ഔട്ട്പുട്ട് കറണ്ട്സിന്റെയും സമേഷൻ ആണ്. നമ്പർ 2, ഓൾ സിങ്ക്ഡ് കറണ്ട് മസ്റ്റ് റിട്ടേൺ വയാ GND. ഓൾ സിങ്ക്ഡ് കറണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോ ലോജിക് അല്ലെ, ലോ ലോജിക്കിലുള്ള എല്ലാ സിഗ്നൽസും എല്ലാ കറണ്ട്സും എന്താണ് GND വഴിയാണ് സിങ്ക് ആവുന്നത്. ഓക്കെ, അതൊരു ഫാക്റ്റ് ആണ്. നൗ മൂന്നാമത്തെ ഫാക്ട്, മൾട്ടിപ്പിൾ ആക്റ്റീവ് ഔട്ട്പുട്ട്സ് ക്യാൻ ക്വിക്ലി ഇൻക്രീസ് ടോട്ടൽ കറണ്ട്. അത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യം. ഒരുപാട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കറണ്ടിന്റെ ഫ്ലോവും കൂടുതലായിരിക്കും. ഓൾറൈറ്റ്, നൗ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കറണ്ട് കോമ്പണൻസ് നമ്മൾ നോക്കി. നൗ ഇനി യു ക്യാൻ സീ ദ ഡ്രൈവിംഗ് ലോഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് എന്ത് ചെയ്യുന്നത്, ഒരു കാര്യത്തെ അല്ലെങ്കിൽ വേറൊരു സർക്യൂട്ടിനെ ലോഡ് ചെയ്യുവാണ് അല്ലെ, ഡ്രൈവ് ചെയ്യുവാണ് അതിനെ. അപ്പോൾ ആ ഡ്രൈവ് ചെയ്യപ്പെടുന്ന ആളാരാണ്, ലോഡാണ്. ഓക്കെ, സോ യു ക്യാൻ വിഷ്വലൈസ് ലൈക്ക് ട്രാൻസ്മിറ്റർ, റിസീവർ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ദി ഔട്ട്പുട്ട് വോൾട്ടേജും കറന്റും, ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറന്റ് ഫോർ എ ഡിജിറ്റൽ സർക്യൂട്ട് ഡിപ്പെൻഡ് ഗ്രേറ്റ്ലി ഓൺ ദി ലോഡ് ദാറ്റ് ഈസ് ബീങ് ഡ്രിവൻ. ഏത് ടൈപ്പ് ഓഫ് ലോഡാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ആ ഡിജിറ്റൽ സർക്യൂട്ട്, അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെയും കറന്റിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ കൂടുതൽ വലിയ ലോഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി കൂടുതൽ പവറും കൂടുതൽ കറന്റും നമുക്ക് വേണ്ടി വരും. അതേപോലെ കമ്പാരിറ്റീവ്ലി ലോ ലോഡ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും കറന്റും മാറും. Alright, so let us discuss the impact of driving some of the most common digital loads. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഡിജിറ്റൽ ലോഡ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 3 കാര്യങ്ങളാണ് ബേസിക്കലി ഉള്ളത്. നമ്പർ 1, അതർ ഗേറ്റ്സ്. ദാറ്റ് മീൻസ് നമുക്കറിയാം നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ എന്തുണ്ടാവും, ഡിജിറ്റൽ സർക്യൂട്ട്സിൽ കുറേ ലോജിക് ഗേറ്റ്സ് ഉണ്ടാവും അല്ലെ. ലോജിക് ഗേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ട്സ് ആയിരിക്കും നമ്മുടെ. ഇത് ചിലപ്പോൾ ഇത് വേറൊരു ഗേറ്റ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, അതൊരു വൺ ടൈപ്പ് ഓഫ് ലോഡ് ആണ്. വെൻ വൺ ഗേറ്റ് ഈസ് കണക്റ്റഡ് ടു അതർ ഗേറ്റ്, അപ്പൊ ലോഡ് എന്താണ്, വേറൊരു ഗേറ്റ് ആണ്. ഓക്കെ, അടുത്ത ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും റെസിസ്റ്റീവ് ലോഡ് ആണ്. റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്ന അതേ കാര്യം തന്നെ, റെസിസ്റ്റൻസ്. ഓക്കെ, സോ നമ്മുടെ ഡ്രൈവറിൽ നമ്മൾ റെസിസ്റ്റൻസ് ആണ് ലോഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ലോഡ് ഇസ് കോൾഡ് ആസ് റെസിസ്റ്റീവ് ലോഡ്. മൂന്നാമത്തെ LEDs എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതാണ് കണക്റ്റഡ് ആയിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലോഡാണ് LEDs. ഓക്കെ, ഇപ്പോൾ ഇത് 3 കോമൺ ആയിട്ട് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ വരുന്ന 3 കോമൺ ഗേറ്റ്സ് ആണ്. ഒന്നെങ്കിൽ വേറൊരു ഗേറ്റ് ആയിരിക്കും അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്, അതിനായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു റെസിസ്റ്റീവ് ലോഡിനായിരിക്കും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു LED-നായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇതാണ് 3 കോമൺ ആയിട്ട് വരുന്ന ഡിജിറ്റൽ ലോഡ്സ്. ഓക്കെ, സോ ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമ്പർ 1, ഡ്രൈവിംഗ് അതർ ഗേറ്റ്സ്. സപ്പോസ് യു ക്യാൻ സീ നമ്മുടെ ഡ്രൈവർ ഇതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആള്. ഓൾറൈറ്റ്, ഇത് നമ്മുടെ ലോഡാണ്. ഓക്കെ, ലോഡ്. സോ യു ക്യാൻ സീ ഇതും നോട്ടാണ്, ഇതും നോട്ട് ഗേറ്റ് ആണ്. രണ്ടും ഗേറ്റ് നോട്ട് ഗേറ്റ് തന്നെയാണ്, നോട്ട്. റൈറ്റ്, ദിസ് ഇസ് ഓൾസോ നോട്ട് ഗേറ്റ്. ഓക്കെ, സോ യു ക്യാൻ സീ one gate is driving other gate. Alright, so ഇവിടെ 3 കുറച്ച് കറണ്ട് കോമ്പണൻസ് ഉണ്ട്. II max, IQ, IO max, ICC max. II max എന്ന് പറയുമ്പോഴത്തേക്കും പോകുന്ന കറന്റിന്റെ മാക്സിമം അളവ്. യു ക്യാൻ സീ IO is equal to II is equal to 1 micro. ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 മൈക്രോ ആംപിയർ ആണ് ഇതിന്റെ കണക്ക്, മാക്സിമം കറന്റ് പോകുന്നത്. Alright, now IO max എന്ന് പറയുമ്പോൾ മാക്സിമം കറന്റ് വിച്ച് ഈസ് അലൗഡ്, എത്ര ബെയർ ചെയ്യാൻ പറ്റും. IO max എന്താണ്, മാക്സിമം എമൗണ്ട് ഓഫ് കറന്റ് ദാറ്റ് ഈസ് ഫ്ലോയിങ്. ഇവിടെ നിന്ന് ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നും ഇതാണ് നമ്മുടെ ഇൻപുട്ട് പോർട്ട്. ഓക്കെ, അപ്പൊ മാക്സിമം കറന്റ് വിച്ച് ഈസ് ഗോയിങ് ത്രൂ ദി ഔട്ട്പുട്ട് പോർട്ട് ടു ദി ഇൻപുട്ട് പോർട്ട്, അതെന്താണ് 1 മൈക്രോ ആംപിയർ ആണ്. എത്രയാണ് ടോട്ടൽ അലൗ ചെയ്തിരിക്കുന്നത്, ത്രെഷോൾഡ്, അതാണ് 25 മില്ലി ആംപിയർ. അത് നമ്മൾ എന്ത് പറയും, IO max എന്ന് പറയും. ഓൾറൈറ്റ്, ക്യൂസെന്റ് കറന്റ് നമുക്കറിയാം എന്താ, ഡ്രൈവറിന്റെ ഇന്റേണൽ ഓപ്പറേഷൻ. ഒരു സർക്യൂട്ട് ആണല്ലോ, റൈറ്റ്. ഇതിന്റെ ഇന്റേണൽ ഓപ്പറേഷൻ അത് ചെയ്യാൻ വേണ്ടിയുള്ള IQ കറന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 20 മൈക്രോ ആംപിയർ. ICC max എന്തായിരിക്കും, ICC max എന്ന് പറയുമ്പോഴത്തേക്കും സോഴ്സ്, അതായത് നമ്മുടെ ഡ്രൈവർ, റൈറ്റ്, ഡ്രൈവറിന്റെ മാക്സിമം കറന്റ് ജനറേഷൻ. ഒന്ന് IQ ഉണ്ട്, അതുപോലെ തന്നെ IO ഉണ്ട്. അപ്പൊ ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും ICC max. അത് എത്രയാണ് മാക്സിമം അലൗഡ് ആയിരിക്കുന്നത്, 50 മൈക്രോ ആംപിയർ ആണ് മാക്സിമം അലൗ ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, മൈക്രോ പോട്ടെ, മില്ലി ആംപിയർ. ഓൾറൈറ്റ്, നൗ ഇനി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ IO maxും ICC maxും വയലേറ്റ് ചെയ്തിട്ടുണ്ടോ.
ആ കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. റൈറ്റ്, അതായത് കൂടുതൽ ഹീറ്റപ്പ് ആവുന്നുണ്ടോ, അവിടെ പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡിനെക്കാളും കൂടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദ മാക്സിമം ഇൻപുട്ട് കറണ്ട് ഓഫ് ദ ലോഡ്, എത്രയാണ് ഇൻപുട്ട് കറണ്ട് പോയിരിക്കുന്നത്? യു ക്യാൻ സി 1 മൈക്രോ ആംപിയർ ആണ് പോയിരിക്കുന്നത്. എത്രയാണ് അലൗ ചെയ്തിരിക്കുന്നത്? 25 മില്ലി ആംപിയർ ആണ് അലൗ ചെയ്തിരിക്കുന്നത്. സോ എന്താണ്, മാക്സിമം ഇൻപുട്ട് കറണ്ട് ടു ദ ലോഡ് ഈസ് വെരി മച്ച് ലെസ്. അതുകൊണ്ട് IO മാക്സ് എന്തായിരിക്കും? അത് വയലേറ്റഡ് ആയിട്ടില്ല എന്നർത്ഥം. ഓൾറൈറ്റ്, സോ IO മാക്സ് ഇസ് നോട്ട് വയലേറ്റഡ്. നൗ അടുത്തത് ദ ഡ്രൈവർ, ഇതാണ് ഡ്രൈവർ. റൈറ്റ്, സോ ഡ്രൈവർ വിൽ ഡ്രോ ഒന്ന് ഐ ക്യു കറണ്ട്, അത് എപ്പോഴും ഉണ്ട്. ദെൻ ത്രൂ ഇറ്റ്സ് VCC പിൻ പവർ ടു അതിന്റെ സ്വന്തം ഫങ്ഷണൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി IQ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ്, ഒരു ഹൈ ലോജിക് ആണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു VCCയിൽ നിന്നും ഹൈ ലോജിക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പാത്ത് എങ്ങനെയായിരുന്നു? VCCയിൽ നിന്നും ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നും ലോഡിലോട്ട് പോവാണ്. ഓക്കെ, സപ്പോസ് അങ്ങനത്തെ ഒരു സിനാരിയോ ആണെങ്കിൽ യു ക്യാൻ സി ഇൻ അഡീഷൻ ടു IQ വേറെ എന്തൊക്കെ വേണ്ടി വരും? ഔട്ട്പുട്ട് കറണ്ട് കൂടെ നമ്മൾ ആഡ് ചെയ്യും. റൈറ്റ്, സോ IQ പ്ലസ് IO അത് ഡ്രൈവർ ജനറേറ്റ് ചെയ്യുന്നതല്ലേ. റൈറ്റ്, സോ VCC പിന്നിലൂടെ പോവും. സോ VCC പിന്നിലൂടെ എന്തൊക്കെ പോവും? IQവും പോവും, അതിന്റെ കൂടാതെ IOവും കൂടെ പോവും. അപ്പൊ നോക്കുവാണെങ്കിൽ എത്ര ആയിരിക്കും വരിക? IQ ഇവിടെ ഈ സിനാരിയോയിൽ എത്രയാണ്? ഈ എക്സാമ്പിളിൽ IQ ഈസ് 20 മൈക്രോ ആംപിയർ, IO ഈസ് 1 മൈക്രോ ആംപിയർ. ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 21 മൈക്രോ ആംപിയർ, വിച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ ദി ത്രെഷോൾഡ് 50. അപ്പൊ ഇവിടെ ICC മാക്സും വയലേറ്റ് ആയിട്ടില്ല. യു ക്യാൻ സി ദർ ഇസ് നോ വയലേഷൻ ഓഫ് ICC മാക്സ് ഓൾസോ. റൈറ്റ്, സോ ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് എന്താണ് ലോഡ്. ഒരു ഗേറ്റ് വേറൊരു ഗേറ്റിന് ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സിനാരിയോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതാണ് ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കിയത്. നമ്പർ 2 വുഡ് ബി റെസിസ്റ്റീവ് ലോഡ്. റെസിസ്റ്റീവ് ലോഡ് നമുക്ക് എങ്ങനെ നോക്കാം? ദ ലോഡ് ഇൻ ദിസ് കേസ് എന്താണ്? ഇവിടെ വേറൊരു ഗേറ്റ് അല്ല, ഇവിടെ എന്താണ്? റെസിസ്റ്റർ ആണ് ലോഡ് ആയിട്ടുള്ളത്. അത് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഔട്ട്പുട്ട് ഓഫ് ദി ഡ്രൈവർ ആൻഡ് പവർ സപ്ലൈന്റെ ഇടയ്ക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സി ലൈക്ക് ദിസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെയാണ് വരുന്നത്, VCC വോൾട്ടേജ് ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സി ദിസ് ഇസ് ദ സോഴ്സ്, ഇവിടെയാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം? ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് യു ക്യാൻ സി 2 സിനാരിയോ ഉണ്ട്. സപ്പോസ് ഒബ്വിയസ്ലി 2 സിനാരിയോ എന്താണ്? ഒന്ന് ഹൈ ലോജിക് ജനറേറ്റ് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ലോ ലോജിക്. സോ ഹൈ ലോജിക് എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ട് ആണ്. ലിസൺ കെയർഫുള്ളി, ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടേജ് ആണ്. ദെൻ എന്താണ്? 5 വോൾട്ട് ആണ്. ദെൻ നമ്മുടെ VCC ഈസ് ഓൾസോ 5. ആ സിറ്റുവേഷനിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ 100 ഓമിന്റെ ഒരു റെസിസ്റ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. So you can see the voltage across the resistor is the difference between the voltages on its two terminals. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? വോൾട്ടേജ് ഡിഫറൻസ് എന്തായിരിക്കും? യു ക്യാൻ സി ലൈക്ക് ദിസ് 5 വോൾട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ലോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് എന്തായിരിക്കും? 5 - 5 0 വോൾട്ട് ആയിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഇഫ് യു അപ്ലൈ ദി ഓംസ് ലോ ഹിയർ, V is equal to IR. V എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? 0 ആണ്. യു ക്യാൻ സി 5 വോൾട്ടും 5 വോൾട്ടും. ദെൻ I നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി നോ. കാരണം എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ആവുന്നില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് 0. അപ്പൊ എന്തായിരിക്കും ഇവിടെ കറണ്ട് ഫ്ലോ? സോ ഹൈ ലോജിക്കിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വെൻ ദി ലോഡ് ഈസ് വാട്ട്? വെൻ ദി ലോഡ് ഈസ് റെസിസ്റ്റർ, അതിപ്പോൾ ഐഡിയൽ ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഹൈ ലോജിക് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. Alright, suppose scenario അതേപോലെ യു ക്യാൻ സി കറണ്ട്, ദർ ഇസ് നോ കറണ്ട്. ഒരു കറണ്ട് നമ്മൾ ഇവിടെ ഫ്ലോ ചെയ്ത്, കറണ്ട് ഫ്ലോ ആക്ച്വലി ഇല്ല ഇവിടെ. ഓൾറൈറ്റ്, നൗ സിനാരിയോ 2, ലോ ലോജിക്കിന് എങ്ങനെയായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്? യു ക്യാൻ സി ലോ ലോജിക്കിൽ എന്തായിരിക്കും? നമ്മുടെ വോൾട്ടേജ് 0 വോൾട്ടേജ് ഫിക്സ് ചെയ്തിരിക്കും ആൻഡ് നമ്മുടെ 5 വോൾട്ടേജ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കും. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ 100 വോൾട്ട് എന്ന് പറയുന്ന ഒരു ലോഡ് കൊടുക്കുന്നത്. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി ഈ സിനാരിയോയിൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ? 5 - 0 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ക്രിയേറ്റ് ആയി 5 വോൾട്ടിന്റെ. ഇവിടെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V is equal to IR. V എന്താണ്? 5 ആണ്. I എന്താണ്? നമുക്ക് കണ്ടുപിടിക്കണം. സോ യു ക്യാൻ സി ഒരു 50 മില്ലി ആംപിയറിന്റെ നമുക്ക് ഒരു കറണ്ട് ഇവിടെ ജനറേറ്റ് ആവും. സോ ഇഫ് ദ കറണ്ട് ഈസ് ബീങ് ജനറേറ്റഡ്, ഇങ്ങനത്തെ സിനാരിയോ നമ്മൾ എന്ത് പറയും? ലോ ലോജിക്കിനെയാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ദിസ് വിൽ ഫ്ലോ ത്രൂ ദ റെസിസ്റ്റർ, ദെൻ ഡ്രൈവേഴ്സ് ഔട്ട്പുട്ടിലൂടെ നേരെ ഗ്രൗണ്ട് പിന്നിലൂടെ ഫ്ലോ ചെയ്യും. യു ക്യാൻ സി ഇതാണ് അതിന്റെ പാത്ത്. ഓക്കെ, സോ ലോ ലോജിക്കിലും ഹൈ ലോജിക്കിലും വെൻ യു ആർ യൂസിംഗ് ദ ലോഡ് റെസിസ്റ്റർ 2 രീതിയിലാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, നൗ തേർഡ് ലോഡ് ഇസ് ദി LED. ഡയോഡ് ഹാസ് 2 ടെർമിനൽസ്. ഓക്കെ, ഡയോഡ് ഒരു LED എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, അപ്പൊ അതിനെന്താണ്? ഒരു ആനോഡ് ഉണ്ട്, ഒരു കാഥോഡ് ഉണ്ട്. നമ്മൾ 9th ക്ലാസ് കെമിസ്ട്രിയിൽ പഠിച്ച പോലെ ദ കറന്റ് ദാറ്റ് ഫ്ലോസ് ഫ്രം ദി ആനോഡ് ടു ദ കാഥോഡ് ഈസ് കോൾഡ് ആസ് ദി ഫോർവേഡ് കറന്റ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു
ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കറന്റ് ദാറ്റ് ഫ്ലോസ് ഫ്രം ദി ആനോഡ് ടു ദി കാഥോഡ് ഇസ് കോൾഡ് ആസ് ദി ഫോർവേഡ് കറന്റ്. ഓൾറൈറ്റ്, യു ക്യാൻ സീ, വിഷ്വലൈസ്, ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. ഇതാണ് നമ്മളൊരു ടിപ്പിക്കൽ ആനോഡിന്റെ ഒരു ഡയോഡിന്റെ ഒരു സിമ്പിൾ. ആനോഡ് പോസിറ്റീവ് സൈഡിൽ ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്. കാഥോഡ് യു ക്യാൻ സീ ഓവർ ഹിയർ. അവിടെ എന്താണ്, യു ക്യാൻ സീ കറന്റ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. യു ക്യാൻ സീ ദിസ് ഇസ് ദി ഫോർവേഡ് കറന്റ്. ഓൾറൈറ്റ്, ഇനി a voltage that is developed across a diode from its anode to cathode is called as the forward voltage. Okay, ഇതിനെ കുറിച്ചാണ് പറയുന്നത്. Now, ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. A diode has a unique characteristics that when a forward voltage is supplied across its terminal, it will only increase up to a certain point. ഓക്കെ, ഒരു ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ത്രെഷോൾഡ് ടൈം വരെയും ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് വരെയും അത് ഇൻക്രീസ് ആവും. ഓക്കെ, യു ക്യാൻ സീ ദി amount is specified as the LED's forward voltage and is typically 1.5 2 വോൾട്ട് ആയിരിക്കും മോഡേൺ LEDസിലുള്ളത്. ഓൾറൈറ്റ്, സോ നമ്മളൊരു വോൾട്ടേജ്, ഒരു ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതൊരു ലെവൽ വരെയും ഇൻക്രീസ് ആവും. ഓൾറൈറ്റ്, യു ക്യാൻ സീ. Now, when a power supply circuit is connected to the LED, no current will flow until this forward voltage has been reached. So നമ്മൾ ടിപ്പിക്കലി നോക്കിയതുപോലെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജ് എത്തിയില്ല എങ്കിൽ there would be no current flowing. Alright, so അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് LED സംബന്ധിച്ചോളം. So once it has been reached, current will begin to flow and LEDs will prevent any further voltage from developing across it. റൈറ്റ്, സോ അത് കഴിഞ്ഞ ശേഷം LED വിൽ പ്രിവെന്റ് എനി ഫർദർ വോൾട്ടേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വോൾട്ടേജ് ഉണ്ടാവാതിരിക്കാൻ അത് പ്രിവെന്റ് ചെയ്യും. ഓൾറൈറ്റ്, സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡ്സ് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിൽ കൊടുക്കുന്നത്. ഓൾറൈറ്റ്, ഇത് ഒബ്വിയസ്ലി ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രിക്കൽ കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ ഡീപ്പായിട്ടൊന്നും നമ്മളിവിടെ നോക്കിയിട്ടില്ല. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കോൺസെപ്റ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.